ഇന്നത്തെ വീഡിയോയിൽ ഒരു മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് വന്നാലോ. മന്തി റൈസ് ഇട്ടിട്ടുണ്ട്. 130 രൂപയാണ് മന്തി റൈസ്. മല്ലിയില എടുക്കണം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാഗി ക്യൂബ് കിട്ടിയില്ല, അപ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് വന്ന് മാഗി ക്യൂബ് വാങ്ങിച്ചു. ഇനി ക്യാപ്സിക്കം കൂടി വാങ്ങിക്കാനുണ്ട്. ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോണേണ്. അരി പാത്രത്തിലോട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കാം. അരി ഞാനിപ്പോൾ 1/2 കിലോ അരിയാണ് എടുക്കുന്നത്. ഇത് 1 കിലോൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയെടുക്കാം. എന്നിട്ട് കുക്കറിലിട്ടതൊന്ന് വേവിക്കണം. അരി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിനയിലും ഇത്തിരി മുകളിൽ നിൽക്കണം വെള്ളം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പട്ട, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, ഈ സാധനങ്ങളൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ചിട്ട് ഇനി ഗ്യാസ് അടുപ്പ് കത്തിച്ച് അതിന്മേൽ വെക്കാം. ഒരു വിസൽ വരണ വരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസൽ കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഇതേ അരി പകുതി വേവായിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ചിക്കൻ ഇതിലോട്ട് ഇടാനുള്ള പരിപാടി നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പുള്ളതാണ്. ഇത് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയും ചേർത്ത് കൊടുക്കുക. 2-3 കുരുമുളകും ഏലക്കായും കൂടി ഇതിലേക്ക് ഇടുക. കൈകൊണ്ട് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ട് ഒരു വിസലെടുക്കാം. നല്ലോണം കുഴയിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ ഒരു വിസലെടുക്കണതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നേരത്തെ പാതി വേവിച്ച് വെച്ച റൈസ് ഇതിൻ്റെ മേളിൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ റൈസൊക്കെ മുഴുവനും ഇതിൻ്റെ മേളിലോട്ട് ഇടുക. ഉണക്കനാരങ്ങ കിട്ടിയില്ല, അപ്പോൾ പച്ചനാരങ്ങ മുറിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കുത്തി വെക്കാം. ആർട്ടിഫിഷ്യലായിട്ട് കളറൊന്നും ചേർക്കാനുള്ള, അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഓയിലിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടി. കുക്കർ അടച്ച് ഒരു വിസൽ വരാം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ മന്തി റെഡിയാകും. മന്തി റെഡി ആയിട്ടുണ്ട്. ഈ മന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മന്തി റെഡി ആയിട്ടുണ്ട്. ഇതേനാ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം കഴിക്കാം.